പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെയും ഒപ്പം ഈ ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരെയൊക്കെ അവിടെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇടതു മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ശ്രമം നടത്തുന്നത്. ഒപ്പം അൻവറും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി ഉണ്ടാകും. സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിൻ്റെ ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനും നമുക്ക് ലഭ്യമാകുമെന്നുള്ള വിവരവും ചിഹ്നം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിഹ്നം ഇപ്പോൾ തത്സമയം ബിനോയ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ആ ചിഹ്നം ലഭിച്ചിരിക്കുന്നു. അത് അല്പം ഒരു തമാശയുള്ള ഒരു കാര്യമാണ്. കാരണം ചിഹ്നം എന്ന് പറയുന്നത് കത്രികയാണ് PV അൻവറിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുകയുണ്ടായി തന്നെ കത്രികപ്പൂട്ടിട്ട് കുരുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും നിവർത്തിപ്പിടിച്ചുകൊണ്ട് കഴുത്തിന് നേരെ വെച്ചുകൊണ്ട് അത് അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കത്രികപ്പൂട്ടിട്ട് കുരുക്കുകയാണ് എന്ന് പറഞ്ഞ അത് ഒരു പക്ഷേ അന്ധവിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഗുണകരമായിരിക്കും. അറം പറ്റുക എന്ന് പറയുന്നത് അന്ധവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കത്രികപ്പൂട്ടിനെ കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന PV അൻവറിന് ഒടുവിൽ ഇതാ കത്രിക തന്നെ ചിഹ്നമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ബിനോയ്, തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം പ്രതിപക്ഷ നേതാവും ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർന്ന് കത്രിക പൂട്ടിട്ട് തന്നെ പൂട്ടിയിരിക്കുകയാണ്. തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ അറം പറ്റുക എന്ന് പറയുന്നത് പോലെ തന്നെ കത്രിക ചിഹ്നമായി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബോർഡുകളും പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ അദ്ദേഹം പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി നാളെ മുതൽ അതെല്ലാം തന്നെ നിരത്തുകളിൽ എത്തും. അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികളിലും അദ്ദേഹം ഉണ്ടാകും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആരൊക്കെയാണ്? നേരത്തെ രൂപീകരിച്ച മുന്നണിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണ വേളയിൽ ഒപ്പം ഉണ്ടാകുമോ? അതാരൊക്കെയാണ്? അല്ലെങ്കിൽ പ്രമുഖരായ ആരെങ്കിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സൂചനയും ലഭ്യമാകുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്. അവിടെ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തായാലും വിജയം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന് PV അൻവർ പറയുന്നു. ഒപ്പം അദ്ദേഹത്തെ മലയോര മേഖല, അതായത് ഏകദേശം 20,000-ലധികം വോട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ മലയോര മേഖല. ആ മലയോര മേഖലയുടെ പൂർണ്ണ പിന്തുണ PV അൻവറിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം LDFും UDFും വ്യത്യസ്തമല്ല. എല്ലാ മുന്നണികളുടെയും നോട്ടം സാമുദായിക സംഘടനകൾ ഒപ്പം നിർത്തുക, ഒപ്പം മലയോര മേഖലയെ കൂടെ ചേർത്ത് നിർത്തുക. ഇതൊക്കെയാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇലക്ഷൻ്റെ ചൂടേറും, വലിയ തരത്തിൽ പ്രചരണം പൊടിപാറും. ഒപ്പം മുതിർന്ന നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരും എല്ലാം നിലമ്പൂരിലേക്ക് എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. PV അൻവറിൻ്റെ അപരൻ ഉൾപ്പെടെയുള്ള 4 പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയായിട്ടുള്ള വൈകിട്ട് 3 മണി കഴിഞ്ഞപ്പോൾ പത്രിക പിൻവലിച്ചിട്ടുള്ളത്. PV അൻവറിൻ്റെ കത്രികയെക്കുറിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ച കാര്യത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഗുണപരമായ കാര്യം എന്ന് പറയുന്നത് PV അൻവറിന് വേണമെങ്കിൽ പിണറായി സത്തിന്റെ അനീതികളെ കത്രിക കൊണ്ട് മുറിച്ച് നീക്കുന്നതിന് വേണ്ടി നിയുക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് കത്രികയെ ഗുണപരമായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. PV അൻവറിൻ്റെ പ്രചാരണത്തിൽ കത്രിക, ഇപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പുകളിലൊക്കെ നമ്മളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കത്രികയുടെ താളാത്മകമായ ശബ്ദം നമ്മളുടെ ചെവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെയുള്ള കത്രിക